എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഒരു ദിവസത്തിൻ്റെ പകുതി വേണം കേട്ടോ എനിക്ക് ഈ വീടിൻ്റെ ചുറ്റുമുള്ള ചെടികൾ മൊത്തം നനച്ചെടുക്കാനായിട്ട്. ദിവസത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി പോകുമല്ലേ. കുറച്ച് ഞാൻ എൻ്റെ കൈ നിട്ടതാണ്. ഒരു 1.5 മണിക്കൂറെങ്കിലും വേണം കേട്ടോ. പിന്നെ ഇതേണ്ടേ, ഈ നിൽക്കുന്ന വാടാമുല്ല ചെടിയൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല അല്ലേ. നമ്മുടെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് നല്ല മഴ പെയ്യുന്ന സമയത്ത് കാലൊക്കെ ഇങ്ങോട്ടേക്ക് തൂക്കിയിട്ട് ഒരു ഗ്ലാസ് കട്ടനും കുടിച്ചിരിക്കാൻ നല്ല ഫീലാണ് കേട്ടോ. വേറെ തയ്യായിരുന്നപ്പോൾ നട്ട് നമ്മുടെ കലാത്തിയലൂത്തിയൊക്കെ ഇപ്പം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് പോട്ട്സ് നനച്ചു കൊടുക്കുന്നുണ്ട്, കാരണം നല്ല ചൂടല്ലേ. എന്താ ചൂടല്ലേ. ചെടികളെ നനച്ച് വീടിന് ചുറ്റും നടക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അതും പറഞ്ഞ് ഞാൻ ശരത്തേനെ ശല്യം ചെയ്യാൻ ചെല്ലാറേ ഇല്ലേ. ആഡ്സ് ക്ലോ മാത്രമായിട്ട് നട്ടതാണ് കേട്ടോ ഈ ചട്ടിക്കകത്ത്. പക്ഷെ ഇപ്പം കണ്ടില്ലേ, 3 പേരും കൂടെ ഒരുമിച്ചാണ് വളരുന്നത്. 3 പേരും നല്ല ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നശിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. ദേണ്ട ഈ ശംഖുപുഷ്പം കണ്ടോ, ഇതിനെ ഞാൻ ചട്ടിയിൽ നട്ടത് ബാൽക്കണിയിൽ പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ശംഖുപുഷ്പമൊക്കെ വള്ളി വീശൂലേ, ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുക. കുറ്റിയായിട്ട് നിൽക്കുന്ന ശംഖുപുഷ്പം ഉണ്ടോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും എൻ്റെ വീഡിയോസിനൊക്കെ അങ്ങനെ അധികം കമൻസ് ഒന്നും കിട്ടാറില്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് സങ്കടം വന്നാലും ഇപ്പം ഞാൻ ഓക്കെയാണ്. അടുക്കള സൈഡിൽ ഈ ഒരു ചെടി വെച്ച് ഞാൻ ചെറിയൊരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മതിൽ കണ്ടോ, ഈ മതിലിൽ മൊത്തം ഈ ഒരു ക്രീപ്പിംഗ് ഫിഗ് കയറ്റി വിടാനുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ. ഇനിയാണ് മെയിൻ ടാസ്ക് വരുന്നത്. നമ്മുടെ വീടിൻ്റെ 2ാമത്തെ നിലയാണ് കേട്ടോ റോഡ് സൈഡിലേക്ക് വരുന്നത്. അവിടെ ഞാൻ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അന്നത്തെ പൊട്ടുബുദ്ധിക്ക് അവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തില്ല. ഇപ്പം ഇതാണ്ട് ഇങ്ങനെ ഓസ് മുകളിലേക്ക് എറിഞ്ഞിട്ടാണ് അവിടെ നനയ്ക്കുന്നത്. ഈ ഒരു ഗ്രില്ല് മുഴുവൻ ക്യാറ്റ്സ് ക്ലോ പടർത്താനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാന്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് മഞ്ഞ പൂവിട്ട് നിൽക്കുന്നതിന് 2 വർഷം സമയം എടുക്കുമെങ്കിൽ ഞാൻ ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങിയേ. കാരണം ഇവിടുത്തെ നട്ടപ്രവെയിലിന് ഈ ക്യാറ്റ്സ് ക്ലോയെ പറ്റത്തുള്ളൂ. വാക്ക് വേയിലുള്ള കുറച്ച് ചെടികൾ നനച്ചു കഴിഞ്ഞ് ഞാൻ അടുത്ത മെയിൻ ടാസ്കിലേക്ക് കടക്കാൻ പോവാണേ. അതിനു മുമ്പ് ആമ്പലിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇവിടേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. കാണിച്ചാൽ നിങ്ങളെന്നെ കൊല്ലും. പിന്നെ അങ്ങനെ നമ്മുടെ ബോഗൻ വിലാസിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. ആ ഏരിയയൊക്കെ ഒന്ന് കഴുകി ഓസ് താഴേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ശർത്തിയേട്ടൻ താഴെ നിന്ന് ഓഫ് ചെയ്തോളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അമ്പാടിക്കൂട്ടൻ എനിക്ക് ജ്യൂസൊക്കെ ആയിട്ട് വന്നേ. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ മോൾവേഷം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ബൈ.